പൊതുമരാമത്ത് വകുപ്പിന്റെ റോൾ എന്താണ്? അപ്പോൾ ഈ വീടിന്റെ ഒക്കെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണേറ് തട്ടാതിരിക്കാൻ ഒരു കോലം വീടിന്റെ മുമ്പിൽ വെക്കാറുണ്ട്. ആ കോലത്തിന്റെ റോള് പോലും ഇല്ലാത്ത ഒരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട്. ആ മന്ത്രിയാണ് 35 ലക്ഷം മുടക്കി ഓരോ റീലുണ്ടാക്കി ആഴ്ചയിൽ സന്ദർശനം നടത്തി അതിന്റെ പുരോഗതി വിലയിരുത്തി എന്ന് അവകാശപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ തീയതി വരെ പുറത്തു പറഞ്ഞത്. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നത് സത്യത്തിൽ പൊതുമരാമത്ത് മന്ത്രിയോടാണ്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. അദ്ദേഹം സത്യത്തിൽ പറഞ്ഞത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയോടാണ്. ഒന്നുകിൽ ഈ റോഡിന്റെ പണിയിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറയാ. ഈ രണ്ട് തോണിയിലും കാലുവെക്കുന്ന ഏർപ്പാട് മന്ത്രി നിർത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. മലപ്പുറം വിഷയത്തിലെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ തന്നെ എതിർക്കുന്ന സമരത്തിലുള്ള ആളാണ് ആര്യാണ് മുഹമ്മദ്. അദ്ദേഹം മത്സരിക്കുന്ന മകൻ മത്സരിക്കുന്ന സമയത്ത് ഉന്നയിക്കുന്നത് അവർക്ക് തിരിച്ചടിയാവുകയാണ് സ്വരാജ്. അങ്ങനത്തെ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം വെച്ചോട്ടെ. പക്ഷേ മറുപടി പറ, മലപ്പുറം ജില്ല ഇങ്ങനെ തുടരെ അതിക്രമിക്കുകയാണ്, ഒരു ജില്ലയെ ആക്ഷേപിക്കുക. എന്തിനാണ് ഒരു ജില്ലയെ ആക്ഷേപിക്കുന്നത്? ജില്ലയെ അങ്ങേയറ്റം ആക്ഷേപിച്ച ഒരാൾക്ക് ജില്ലയുടെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ ജനങ്ങളോടുള്ള മെസ്സേജാണ്. ഈ ജില്ലയെ കടന്നാക്രമിക്കുന്ന ആളെ തന്നെ, അതല്ലെങ്കിൽ കേരളത്തിൽ ചുമതല കൊടുക്കാൻ എത്ര ആളുകളുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഈ ശ്രീ വിജയരാഘവന് തന്നെ ചുമതല കൊടുക്കുന്നത് വഴി ഇതിന്റെ കൂന്തമുനയായി പ്രവർത്തിച്ച ഒരാള്, ഇവിടെ വോട്ട് ചെയ്ത ആളുകളെ തീവ്രവാദികളെന്ന് വിളിച്ചയാള്, ആ ആളെ തന്നെ ഞങ്ങൾ ചുമതല ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ ഈ ജില്ലയോടുള്ള വെല്ലുവിളിയാണ്. അത് ജനം വിലയിരുത്തിക്കോട്ടെ. നിങ്ങൾ മുഹമ്മദ് റിയാസിനെ കാണുമ്പോൾ, ഞാൻ മറ്റേ വിഷയത്തിലേക്ക് വന്നാൽ, മുഹമ്മദ് റിയാസിനെ കാണുമ്പോൾ നിങ്ങളും ചോദിക്കണം, എന്താണ് അങ്ങയുടെ വകുപ്പിന്റെയും അങ്ങയുടെ റോള്? അങ്ങയെ അദ്ദേഹം പോയി പരിശോധിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പം പാലക്കാട് കൂടെ ദേശീയ ഹൈവേ പോകുമ്പോൾ ഞാനവിടെ പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ പരിശോധിക്കപ്പെടാം. ഞാനും അദ്ദേഹം ഒരേ കാര്യം തന്നെ ചെയ്യേണ്ടത്. എന്താ, അവിടെ എന്തെങ്കിലും പോരായ്മ കണ്ടു കഴിഞ്ഞാൽ നേരെ NHAIയുടെ ഉദ്യോഗസ്ഥനെ വിളിക്കണം. അദ്ദേഹത്തിനും വിളിക്കാം, എനിക്കും വിളിക്കാം. നമുക്ക് ഈ ഫോൺ കോളുകൾക്കൊന്നും ഇപ്പോൾ വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ വിളിച്ചാലും NHAIയുടെ ഉദ്യോഗസ്ഥൻ എടുക്കും, അദ്ദേഹം വിളിച്ചാലും എടുക്കും, നിങ്ങൾ വിളിച്ചാലും എടുക്കും. നിങ്ങൾ അതുവഴി പോകുമ്പോൾ നിങ്ങൾ വിളിച്ച് ഇവിടെ അപാകത ഉണ്ടല്ലോ എന്ന് NHAIയുടെ ആളോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരതും കേൾക്കും. അതല്ലാതെ എന്ത് ബന്ധമാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? അതായത് ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് EMSന്റെ തന്നെ അദ്ദേഹം തന്നെ ഒരു എഴുതിയ പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ. അതിനകത്ത് EMS വളരെ കൃത്യമായി പറയുന്നുണ്ട്, മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് മലപ്പുറം ജില്ല അനുവദിക്കേണ്ടി വന്നത് എന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന്റെ പിതൃത്വം CPM-ന് ഏറ്റെടുക്കാൻ കഴിയുന്നത് EMSന് തന്നെ പുസ്തകത്തോട്, അദ്ദേഹത്തിന് തന്നെ രചനയോടുള്ള നിഷേധമാണ്. മാത്രമല്ല, അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ പിന്നീട് പലതവണ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, CPM ഞങ്ങളന്ന് ആലോചിച്ചത് ക്യാബിനറ്റ് യോഗത്തിൽ ലീഗിന്റെ നിലപാടിനെ ശക്തമായി എതിർക്കണമെന്നായിരുന്നു. എന്നാൽ CH മുഹമ്മദ് കോയ, അന്നത്തെ മന്ത്രി CH മുഹമ്മദ് കോയയുടെ ശക്തമായ നിലപാട്, ലീഗിന്റെ നിലപാടാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് വഴി തെളിഞ്ഞത് എന്ന് KR ഗൗരിയമ്മ തന്നെ പിന്നീട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ CPM-ന് യഥാർത്ഥത്തിൽ ഒരു പങ്കുമില്ല. അവർക്കാകെയുള്ള പങ്ക് ആ ജില്ലയിലെ ജനങ്ങളെ ആക്ഷേപിക്കലും അപമാനിക്കലുമാണ് നിരന്തരമായി. അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാരൻ കൂടിയായ ഇടതുപക്ഷ മുന്നണിയുടെ ഇപ്പോഴത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. Subscribe to One India and never miss an update.